ഇവിടെ 2 ഇത്താരില്ലേ, അപ്പോൾ അവരുടെ ഡോറടച്ചിട്ടാലേ ശരിയാവില്ല. മോള് കയറി പണിയിപ്പിക്കും. ഓരോന്നൊക്കെ വലിച്ചെടുക്കും, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി ഇതും നടക്കണം. അവിടെ കഴുകിയിട്ട് കേട്ടോ, പൂച്ചെന്തോ കക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടെ കഴുകിയിട്ടിക്കാം. TV ഉണ്ട്, വൈഫൈ ഒക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത്താരൊന്നും ഇല്ലാത്ത കാരണം വൈഫൈ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ടിക്കാം. വാഷിംഗ് മെഷീനാണ്. പിന്നെ കിച്ചൺ ഒക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടിക്കാം. 11 മണിയാകുമ്പോഴത്തേനും എല്ലാം കഴിയും. ഇത് സ്റ്റോർ റൂം. തേങ്ങ വീഴുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ പൊളിച്ചിടും. ഇത് ഉച്ചക്കുള്ളത്, ഉച്ചക്കുള്ള ഇത് രാത്രിക്കുള്ള ചോറ്. ഈ മീനൊക്കെ പൊരിക്കാറുണ്ട്. നമുക്ക് ഇനി ഫ്രീ ആയി കഴിക്കണ നേരത്ത് പൊരിക്കുള്ളൂ. ഇത് വാഴ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൊള്ളി, അതാണ് കൊള്ളി തൈ. ഒരു തവണ ഉണ്ടായി, ഞങ്ങൾ എല്ലായിടത്തും കൊടുത്ത്. പിന്നെ അത് പറിക്കാനൊന്നും എന്തെങ്കിലും ലേറ്റായപ്പോൾ ഇത്തിരി ഒരു കയ്പ്പ്. വേറെ പ്രശ്നമൊന്നുമില്ല, സംഭവം നല്ല പൊടിയുള്ള പോലത്തെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വഴുതനങ്ങൻ്റെ ചെടീൻ്റെ ഇവിടെ അങ്ങനെ എല്ലാം ഉണ്ട്. പുറത്തൊരു ബാത്റൂം. നമുക്ക് അകത്ത് കയറാം. ഒരു ബാത്റൂം. വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കാറ്. നമുക്ക് നടക്കാം. ഇവിടെ ഞാൻ മേലെ എൻ്റെ റൂം മേലെ കേട്ടോ. പിന്നെ ഉപ്പാൻ്റെ റൂമാണ്, അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ ഡോറടച്ചിട്ട് അപ്പോൾ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഷോക്കേസ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ കേട്ടോ. പാത്രങ്ങൾ. പിന്നെന്താ ഇവളെ വേണ്ട അത്ര. ഞാനവിടെ പൈപ്പ് തിരിക്കണ സൗണ്ട് കേട്ടു, അപ്പോൾ ഒന്ന് വന്നതാ. ഷോക്കേസ്. നമ്മളധികം പാത്രങ്ങളൊക്കെ ഷെൽഫിൻ്റെ ഉള്ളിലാട്ടോ. ഇനി മേലെ കുറച്ച് ഞങ്ങൾ മേലെ ഒന്ന് പോകുന്നു. 2 ഇത്താരത് താഴ്ത്താണ്, ഞങ്ങളത് മേലെയാണ്. ഇത് ഞങ്ങളെ കല്യാണം അടച്ചിട്ട് മേലെ പണിത് കേട്ടോ. 8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇത് ഉപ്പാൻ്റെ റൂം അടച്ചിരിക്കുന്നത്. ഇത് തറവാട്ടിലത്തെ സാധനങ്ങളാണ്. അത് അവർ കൊണ്ടുപോകും, കുറച്ചൊക്കെ അവർ കൊണ്ടുപോയി. ഞാൻ വന്ന് പാർക്കിൽ ഓടിയിട്ടുണ്ടല്ലേ, അവിടെ എങ്കിലും കുറച്ചും കൂടിയും വീഡിയോസ് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ പെട്ടെന്ന് കയറിയിരുന്നത് അവർ. ഇനി അവർ എന്തൊക്കെയാണ് ഇന്ത്യയിലെ വർക്കൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കഴിഞ്ഞിട്ടില്ല, വീഡിയോയിൽ അധികമൊന്നും പണിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് ബാക്ക് ഭാഗം കണ്ട. ഇനി നമുക്ക് ഉള്ളിലേക്ക് തന്നെ വരാം. ഇവിടെ ചവിട്ടിയുണ്ട്. ഇവിടെ കാൽ തുടക്കണ നേരത്തെ ചവിട്ടിയുണ്ട്. പിന്നെ ബാത്റൂമിൽ നിന്ന് നല്ലൊരു ചവിട്ടിയുണ്ട്. അതൊക്കെ ഞാൻ ഇതാ ബാക്ക്. ഇനി ഞങ്ങളെ റൂം കണ്ട. ഇത് ബാത്റൂം കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ ഇനിയും പണിയാണ് കേട്ടോ, ഈ വർക്കൊക്കെ ചെയ്യൽ. എനിക്കാക്കി ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം. ഇതിൽ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ദിവസം നന്നായി ട്രെയിനിങ്. ഇപ്പോൾ ട്രെയിനിങ് പോയി തോന്നുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ അതിന് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ വെച്ച. പിന്നെതാ
അവളിത് കൊണ്ടുപോയിട്ടോ, അവളെ കളിക്കണാണ്. പിന്നെ അവളെ ഫോട്ടോസ് ഒരു 3 മാസമായുള്ള ഫോട്ടോ ആണിത്. ഇതൊരു വയസ്സായപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോ ഇപ്പോൾ എടുത്തതാണ്. ഇതും ഞാൻ അവൾ പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു ഫോട്ടോ ആണിത്. പിന്നെ ഇത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അതൊക്കെ വന്നൊരു നെറ്റലൊരു ഷോക്കെന്ന് പറയാം. ഡ്രസ്സ് തരണതോ ഗിഫ്റ്റ് തരണമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. സങ്കടമാണോ എന്താ പറയുക, കരച്ചിലും വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ട് തരാന്നല്ലാതെ പറയാതെ ആദ്യമായിട്ട് നമുക്ക് തരണം കേട്ടോ. ഇങ്ങനെ ഡ്രസ്സും ഉണ്ട് ഇതുകൊണ്ട് കേട്ടോ. അങ്ങനെ പാകം ഞാൻ ഷോക്കായി, സങ്കടം വരുന്നുണ്ട് കേട്ടോ. അത് തരുമ്പോൾ സന്തോഷം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് എപ്പോൾ കണ്ടാലും ആ ഒരു ഓർമ്മ വരും. ഇക്കതെന്നാ തന്നത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. ഇക്ക അന്നിവിടെ ഉണ്ടായിരുന്നു, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെ ഉണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഗൾഫിലായിരുന്നു. ഞങ്ങൾ ചെയ്ത അലങ്കോലം മോഡൽ വർക്ക്. പിന്നെ ഇതാ അവളെ ഈ ഒരു ഫോട്ടോ. പിന്നെ ജനിച്ച മുതൽ എല്ലാം ഫോട്ടോസ് ഉണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ